Okay, so let's start. Done. Here, Saloli's Coast, Saloli's Coast. What is page number? Sir, page number 88. 88. Yes. Sorry, 88 page number number കാണിച്ചിട്ടില്ല. 88 ഇല്ലെങ്കിലും 88 തന്നെ. Okay, 88, page number 88. It's the second part. So we are seeing that on remembering or thinking about that scene itself, avanu vera vannu. Rastamine vera vannu. അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ തന്നെ അവന് വേറെ വന്നു. അപ്പോൾ നമുക്കിനി തൊട്ടടുത്ത് നോക്കാം. Some days later, Rustam went to the kit room where all the washed clothes and uniforms were stored. എല്ലാ യൂണിഫോമും വാഷ്ഡ് ക്ലോത്ത്സും എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോർ റൂമിലേക്ക് ഒരു റസ്റ്റം ചെന്നു. അപ്പോൾ as he was picking up a clean shirt, he overheard the matron scolding the school's washerman for not washing the clothes properly. As he was picking up a clean shirt, ഒരു clean shirt എടുക്കുന്ന സമയത്ത് he overheard. What is overhearing? Overhearing എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ പറയുന്നത് അബദ്ധവശാലോ അല്ലാതെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതാണ് overhearing. ഓക്കെ, ഇവിടെ എന്താണ് overheard ചെയ്തത്? The matron scolding the school's washerman. സ്കൂളിന്റെ ക്ലോത്ത്സ് എല്ലാം വാഷ് ചെയ്യുന്ന വാഷർമാനെ സ്കോൾഡ് ചെയ്യുന്നതാണ് കേട്ടത്. എന്താ? For not washing the clothes properly. നല്ലപോലെ വാഷ് ചെയ്തില്ല ക്ലോത്ത്സ്, അതാണ് പ്രശ്നം. There are muddy streaks on these sheets and this pillowcase has huge stains on it. The matron complained. What was the complaint of the matron? Matron's complaint എന്തായിരുന്നു? There are muddy streaks on these sheets. ഈ ഷീറ്റുകളിൽ കുറെ എണ്ണത്തില് മണ്ണുണ്ട്. Muddy streaks and pillow case എന്തുണ്ട്? Huge stains, രക്തക്കറയൊക്കെ ഉണ്ട്. What can I do, madam? The Dhobi defended his washing. Dhobi washingനെ ഒരിക്കലും കുറ്റം പറയാൻ സമ്മതിച്ചില്ല. Dhobi defended his washing. What is defending? You are all football players. പ്രതിരോധിക്കുക. അതെ, ഇവിടെ പ്രതിരോധിക്കുക. എന്താ പ്രതിരോധം നിരക്കാരെ നമ്മൾ എന്ത് ഇംഗ്ലീഷിൽ പറയും ഫുട്ബോളിൽ? ഡിഫൻഡേഴ്സ് അല്ലെ, ഡിഫൻസ്. അറ്റാക്കിംഗ് ആണെങ്കിലോ അറ്റാക്കേഴ്സോ അല്ലെങ്കിൽ ഫോർവേഡ് ഒഫൻഡേഴ്സ് എന്ന് പറയും. ഡിഫൻഡ്, ഒഫൻഡ്. ഓക്കെ, മിക്കവാറും എല്ലാവർക്കും ഏതാകാനാണ് ഇഷ്ടം? ഡിഫൻഡർ ആകാനാണോ ഫോർവേഡ് ആകാനാണോ? എനിക്ക് അറ്റാക്കാ സാറേ, ഫോർവേഡ്. ഫോർവേഡ്. മിക്കവാറും എല്ലാവർക്കും ഫോർവേഡ് ആകാനാണ് ഇഷ്ടം. കാരണം ഗോൾ അടിക്കുന്നവർക്കല്ലേ ക്രെഡിറ്റ് മുഴുവൻ. മറ്റവർ ഗോൾ അടിക്കാതെ തടയുകയോ ചെയ്യുന്നത്. അപ്പൊ ഗോൾ അടിക്കുന്നവർക്കാണ് വെയിറ്റ് വേണ്ടത്. അതുകൊണ്ട് സാറേ അറ്റാക്കറിനേക്കാൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ പേരുള്ളത് ഡിഫൻഡേഴ്സിനാണ്. അതുണ്ട്. കാരണം മിക്ക ടീമിനും ഡിഫൻഡേഴ്സ് നല്ലതുപോലെ ഇല്ല. അതുകൊണ്ട് ശരിയാണ്. പക്ഷെ എന്നാലും ഒരാളോട് ചോദിക്കും, ആരോട് ചോദിച്ചാലും മിക്കവാറും അറ്റാക്കേഴ്സ് ആകാനാണോ എല്ലാവർക്കും താല്പര്യം. ഗോൾ അടിക്കണം, അതാണ്. അല്ലെങ്കിൽ പിന്നെ മൊർട്ടാഡോ ഫോളിനെ പോലെ എന്താകണം? ഗോൾ അടിക്കും ഡിഫൻഡർ ആകണം. സാറേ ഞാനൊരു ദിവസം ഒരു കോച്ചിങ് സെന്ററിൽ പോകാൻ വേണ്ടി കോച്ചിങ് സെന്ററിൽ പോകാൻ അതാരാ സാറേ സൗണ്ട് ഇട്ടേ? അത് ആൻമലിയുടെ ഫോണിൽ നിന്നാന്ന് തോന്നുന്നു. സാറ് ഒരു ദിവസം ഞാൻ കോച്ചിങ് സെന്ററിൽ പോകാനോടെ ഇത് എടുക്കാൻ പോയ സമയത്ത് അവിടെ അറ്റാക്കർ ഒരു അറ്റാക്കർ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഡിഫൻഡറും മിഡും മാത്രം. അറ്റാക്കർ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഡിഫൻഡേഴ്സ് ആണ് ആകാൻ ഇഷ്ടം, മിഡ്ഫീൽഡേഴ്സ്. അത് വളരെ റെയറാന്ന് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ. കാരണം എല്ലാവർക്കും ഗോൾ അടിക്കുന്നത് കൊണ്ട് മിക്കവാറും ഫോർവേഡായി ഞാൻ മുമ്പിൽ കളിക്കാന്ന് എല്ലാവരും പറയുള്ളൂ സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ. Okay, anyway, we will proceed. He defended his washing. That pillowcase had huge patches of red ink on it. ആ പില്ലോ കേസില് എന്തുണ്ടായിരുന്നു?
ഇഷ്ടംപോലെ റെഡിങ് ഉണ്ടായിരുന്നു. ഈ പില്ലോ കേസ് ഷെഫിയാണ് അവിടെ നിൽക്കുന്ന ഷോണെ? ഷെഫി പേടിച്ച് നിൽക്കുകയാണോ? ഓക്കെ, ഏതായാലും ഈ പില്ലോ കേസിൽ എന്തുണ്ട്? ഇഷ്ടംപോലെ നമ്മുടെ ഇങ്ക് ഉണ്ട്, റെഡിങ് ഉണ്ട്. ഓക്കെ, റെഡിങ് ഈസ് ദേർ. അപ്പോൾ ഹ്യൂജ് stains on it. The matron complained. No. You know how difficult it is to wash the redding. Redding ഒക്കെ വാഷ് ചെയ്ത് കളയാൻ എത്രയോ ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ? ആര് പറഞ്ഞു? ധോബി വാട്സ്മാൻ പറഞ്ഞു. ഓക്കെ, redding on a pillowcase. റസ്റ്റം ഫ്രോസ്. റസ്റ്റം അന്നേരമാണ് അവനൊരു റെഡിങ് പില്ലോ കേസിൽ എന്താണ് സംഭവം? Was this pillowcase that had been bloodied with redding to become a ghostly the ghostly pillow? Ghostly pillow ആകാൻ വേണ്ടിയിട്ട് ഈ പില്ലോ കവറിലാണോ ഇനി മഷി തേച്ചാരാണ് കൊണ്ടുവന്നത്? അവൻ അന്നേരം ബോധം വന്നത്. Every student at Lollies was expected to mark in his name. അത് നോക്കിയത് മറ്റേ നമ്മുടെ സാറേ നമ്മുടെ അല്ല സാറേ നമ്മുടെ മറ്റേ വില്ലനാണോ നോക്കിയത്, അല്ലെങ്കിൽ പേടിയില്ല എന്ന് പറഞ്ഞ കൊച്ചാണ്? പേടിയില്ലാത്തവനാണ് ശരിക്കും. അല്ല, ഇപ്പൊ നോക്കുന്നത് നമ്മുടെ മറ്റവനാണ്, നമ്മുടെ ലീഡർ. ഫേത്ത് സിനിമ ആണോന്ന് തോന്നുന്നു, വില്ലന്നൊക്കെ പറയുന്നുണ്ട്. അവിടുത്തെ കുറച്ച് കേൾക്കുന്നുണ്ട്. ശരിയാ, വില്ലെന്നും ഹീറോ എന്നും ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും ghostly pillow. Every student at Lollies was expected to mark his name on all items of clothing, so it would be difficult to trace the pillowcase owner. അപ്പൊ എന്ത് ചെയ്തു? എല്ലാവർക്കും ഒരു ഡോർമെട്രിയിലൊക്കെ അല്ലെങ്കിൽ ഒരു സ്കൂൾ ബോർഡിംഗ് സ്കൂളിലാകുമ്പം ക്ലോത്ത്സ് ഒക്കെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഡ്രസ്സിലും അല്ലെങ്കിൽ എല്ലാ പില്ലോ കവറിലും അങ്ങനെ എല്ലാത്തിലും സ്വന്തം പേര് എഴുതണം, എല്ലാവരവരുടെ പേര് എഴുതണം. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടെന്ന് ആർക്ക് തോന്നി? കസ്റ്റമറിന് തോന്നി. The matron seemed to have the same idea, for she snatched the pillowcase from the washerman and examined it. അപ്പൊ മാട്രനും അതേ ഐഡിയ തന്നെ തോന്നി. ഈ റെഡിങ് പറ്റിച്ച പില്ലോ കവർ ആരുടേതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിലെ പേര് നോക്കിയാൽ മതി. എന്നാ പിന്നെ അത് കണ്ടുപിടിച്ചിട്ടുള്ളൂ മാട്രനും തോന്നി. ഓക്കെ, മാട്രൻ എന്നിട്ട് നോക്കി. അർജുൻ, she exclaimed angrily, seeing the new boy's name marked on the pillowcase. ആരുടെ പേരാ ഉള്ളത്? അർജുന്റെ പേരാണുള്ളത്. അവനാണ് പേടിയില്ല എന്ന് പറഞ്ഞ ഡീസന്റ് വില്ലൻ. അപ്പോഴോ മറ്റവനോ? വില്ലനായിട്ട് അഭിനയിക്കാൻ പോയ നായകനാകാൻ നോക്കി വില്ലനായി പോയത് ആരാ? റസ്റ്റം, നമ്മുടെ ലീഡർ. ഓക്കെ, അപ്പൊ ഇവന്റെ പേരാ എഴുതിയിരിക്കുന്നത്. ദിസ് ബോയ് ഈസ് ഗെറ്റിംഗ് വേഴ്സ് ആൻഡ് വേഴ്സ്. അവൻ ഓരോ ദിവസവും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. Last week there was a complaint that he had taken a pair of white gloves from the band room and stuffed them with clay from the sculpture room. കഴിഞ്ഞ ആഴ്ച അവനെ കുറിച്ചൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അവൻ 2 വൈറ്റ് ഗ്ലൗസ് എടുത്തു ഷോറൂമിൽ നിന്ന്, എന്നിട്ട് അത് മണ്ണെല്ലാം തേച്ച് വെച്ചു. The clay had dried in the gloves to make it look like a pair of white hands. White hands പോലെ വരാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയുക, നമ്മുടെ കവർ എടുത്തിട്ട് ഗ്ലൗസ് എടുത്തിട്ട് അത് മണ്ണിൽ മുക്കി, അല്ലെങ്കിൽ നല്ല വെള്ള കളർ മുക്കിട്ട് എന്ത് ചെയ്തു? അന്നേരം ആ മണ്ണ് ഉണങ്ങി പിടിച്ചപ്പോ അത് ശരിക്കും ഒരു കൈ പോലെയായി, സ്റ്റക്കായി, ഇങ്ങനെ ബലം വന്നു. അങ്ങനെ വെച്ചു. അപ്പോൾ ശരിക്കും എന്താ, കൈ പോലെ തോന്നി. അപ്പൊ അങ്ങനെ ഒരു കംപ്ലൈന്റ് അവനെ കുറിച്ച് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. Suddenly she noticed the prefect standing there, absolutely still and pale-faced, and asked. അന്നേരമാണ് നമ്മുടെ മേട്ടൻ അവിടെ, പ്രീഫെക്ട് നമ്മുടെ ലീഡർ അവിടെ നിൽക്കുന്നത് കണ്ടത്. അവൻ ഇങ്ങനെ പെയിലായിട്ട് വിളറി വെളുത്ത് ഞെട്ടിയിരിക്കുക. Absolutely still and pale-faced, and asked, what is the matter, റസ്റ്റം? എന്താണ് പ്രശ്നം റസ്റ്റം? You look like you have seen a ghost. ഒരു ഗോസ്റ്റിനെ കണ്ട പോലെ നീ എന്താ നിൽക്കുന്നത്? പ്രേതത്തെ കണ്ട പോലെ നീ എന്താ എങ്ങനെ നിൽക്കുന്നത്? Rustam was actually having some very unprefect like thoughts.
അവനാകെ worried-ആയി ഒരു thoughts. That cheeky rascal, Arjun. But he only shook his head as he mumbled, "Senior Ghost? Oh no, ma'am. In fact, I am very glad that I haven't." എന്നാ പറഞ്ഞേ, നീ എന്നെ ഒരു മേട്ടം ചോദിച്ചു, നീ എന്നെ ഒരുമാതിരി പ്രേതത്തെ കണ്ട പോലെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരമാണ് ഇവൻ ശരിക്കും ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഉണ്ടാകണം. ആരെന്ത് കാണിച്ചാലും ക്ഷമിക്കണം. ഇവന് പക്ഷെ കലി വന്നിട്ട് ഒരു രക്ഷയില്ല മനസ്സിൽ. കാരണം എന്താ, അർജുൻ ചീക്കി റാസ്കൽ അവൻ എന്നെ പറ്റിച്ചു. അവനെ പേടിപ്പിക്കാൻ നോക്കിയിട്ട് എന്താ സംഭവിച്ചത്, അവൻ തിരിച്ചു പേടിപ്പിച്ചു. ഇവൻ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ രാത്രി പ്ലാനൊക്കെ ചെയ്ത് ബാക്കി ബോയ്സിനോടെല്ലാം പറഞ്ഞു, ഞാൻ ഈ ഇത് കൊണ്ട് നമ്മുടെ പില്ലോ കവർ കൊണ്ട് വരും, അന്നേരം നിങ്ങളെല്ലാം പേടിച്ചതായിട്ട് അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞു. അതിന് മുമ്പേ മറ്റവൻ ഇവനെ പേടിപ്പിക്കാൻ പ്ലാൻ ചെയ്തു. എന്നിട്ടോ ഇവനേറ്റ് വരുമ്പോഴത്തേക്കും ആണ്ടെ ഒറിജിനൽ ആയിട്ട് അതിലെ പില്ലോ കവറും കൈയും ഇങ്ങനെ ഫുള്ള് ബ്ലഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. കണ്ടപ്പോ എന്തായി, അർജുന് കുറച്ചുകൂടെ ബുദ്ധിയുണ്ട്. അവന് ബുദ്ധിയുണ്ട്. അതാ ഞാൻ പറഞ്ഞ അവൻ ഭയങ്കര കണ്ണിങ് ഫെലോ ആണ് ഞാൻ തുടക്കത്തിലെ ക്ലാസ്സിൽ പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്തു, പേടിക്കാൻ ചെന്നവനെ പേടിപ്പിച്ചു വിട്ടു. അപ്പോൾ അർജുനോട് ചോദിച്ചു, ടീച്ചർ അല്ല നമ്മുടെ മേട്ടൻ ചോദിച്ചു, എന്താ അർജുൻ അങ്ങനെ അർജുൻ ഇങ്ങനെ കലി വന്നിട്ട് രക്ഷയില്ല. പക്ഷെ അവൻ പുറമെ വെച്ചിട്ട് പറഞ്ഞു, but he only shook his head as he mumbled. ചെറിയ ഒച്ചയിൽ പറഞ്ഞു, "Senior Ghost? Oh ma'am, no. Oh no ma'am. In fact, I am very glad that I have ഏതായാലും ഒരു പ്രേതത്തെ കണ്ടില്ലല്ലോ എന്നോർത്ത് എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു." ഓക്കെ, ഇവിടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, പേടിപ്പിക്കാൻ ചെന്നവൻ പേടിച്ചു. ഒന്ന്, പുതിയ ബോയ് വന്നിട്ട് അവൻ ബാക്കി എല്ലാവരെയും എന്ത് ചെയ്തു, വിഡ്ഢികളാക്കി. സാറേ അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു. അതെ, അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു. മറ്റവൻ അതിൽ സ്മാർട്ടായി വന്നു. പക്ഷെ വേറൊരു ഗുണം കൂടെ ഉണ്ട്. അവൻ വന്ന വഴി അവന്റെ നോക്കിയേ, അവൻ കംപ്ലൈന്റ്സ് ആണെന്നാ പറഞ്ഞത്. ഗ്ലൗസ് അടിച്ചു മാറ്റി, ഇവന്മാരെ പേടിപ്പിക്കാൻ വേണ്ടിട്ട് ആ ഗ്ലൗസ് അടിച്ചു മാറ്റിയത്. പില്ലോ കവറെ മുഴുവൻ ബ്ലഡ് ഇങ്ക് തേച്ച് വെച്ച് ബ്ലഡ് ആക്കിയത്. ഓക്കെ, അങ്ങനെ കംപ്ലീറ്റ് വില്ലത്തരം ചെയ്തു വെച്ചത് ആരാ, പുതിയ പോയി അർജുൻ. ഇത് കണ്ടുകൊണ്ട് പേടിച്ചതാരാ, നമ്മുടെ ഒരു പ്രീഫെക്റ്റിന്റെ അല്ലെ ലീഡറിന്റെ പടം അവിടെ കാണുന്നുണ്ട്. കണ്ടോ, തൊട്ടിപ്പുറത്തെ പേജില് വളരെ ഭയങ്കരമായിട്ട് ആകെ വെളുത്താ നിൽക്കുന്നത്. ദാറ്റ് ഈസ് അവർ ലെസൺ, ആശ നെഹ്മിയ. അപ്പം അത് ഒന്നാമത്തെ ഗോസ്റ്റ് സ്റ്റോറി. അടുത്തതും ഗോസ്റ്റ് സ്റ്റോറിയാണ്. കംപ്ലീറ്റ് ഗോസ്റ്റുകളാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, ഈ യൂണിറ്റ് മുഴുവൻ ഗോസ്റ്റുകളാണ്. അടുത്ത ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും പേടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഇച്ചിരോട് ഡാർക്ക് ആയിട്ടുള്ള സമയത്ത് അത് എടുക്കാൻ പറ്റുള്ളൂ. എന്നാലേ കുറച്ചുകൂടെ പേടി വരുള്ളൂ നിങ്ങൾക്ക്. ആൻമരിക്ക് പേടി ഉണ്ടായാലേ, കാരണം എന്നാ അതുകൊണ്ട് അതിപ്പോ എടുക്കുന്നില്ലെന്ന് പറഞ്ഞത്. ആൻമരിക്ക് പേടി കാണില്ല. ആൻമരി ഇപ്പൊ ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് 1 ഡേ സെമിനാർ കഴിഞ്ഞിട്ട് വന്നു. അതുകൊണ്ട് കണ്ടാൽ അറിയാം, പേടിയില്ല. കണ്ടോ, മുഖം കണ്ടാൽ അറിയാം. ജിക്ക് പിന്നെ നേരത്തെ പേടിയില്ല, കാരണം രാവിലത്തെ ക്ലാസ് കൂടിയില്ല. രാവിലത്തെ ക്ലാസ് കൂടാത്ത 2 പേർക്ക് ഇതിനെ കുറിച്ച് അറിയാൻ മേലാത്തതുകൊണ്ട് കുഴപ്പമില്ല. രാവിലെ ക്ലാസ് കൂടിയ ഫെയ്ത്തും ഷോണും ആണ്ടിരിക്കുന്നു, വളരെ വെളുത്തിരിക്കുന്നു. സാറേ പിന്നെ എന്നെ കുറിച്ച് പറയണ്ടല്ലോ. ഫെയ്ത്തും ഷോണും എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഷെഫീനും കൂടെ പറയണം. തൊട്ടടി അടുത്തിരിപ്പുണ്ടാവുമല്ലോ. ഓക്കെ, സോ എനിവേ ദാറ്റ്സ് ഇറ്റ്. സാറേ കേറാത്തവരോട് യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയണം. ഉണ്ടോ, പറയുന്നുണ്ട്. ഇനി പല കേരള അലനും ആശിക്കുമല്ലേ ഉള്ളൂ. ഇനി പുതിയ വെച്ചുണ്ടെന്ന് തോന്നുന്നല്ലേ. സാറേ കഴിഞ്ഞ ക്ലാസ്സിലാണ് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിലേത്? അതാ കഴിഞ്ഞ ക്ലാസ്സിന്റെ പറഞ്ഞത്. അതിന് കഴിഞ്ഞ ക്ലാസ്സിൽ കയറാത്തത് ദിയ, ആൻമരിയ, അവര് പിന്നെ യൂട്യൂബ് കണ്ടോളും. പിന്നെ ഉള്ളത് ആഷിക്കും അലനും. ഒരു പുതിയ സാറേ അവര് പറയുന്നത് അവര് യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നാ. പക്ഷെ ഞാൻ പല ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ മാത്രം ഒറ്റ വ്യൂ ഉണ്ടാകത്തുള്ളൂ. അതെ സാറേ. തട്ടിപ്പായിരിക്കും, പറയാൻ പറ്റില്ല. കാരണം ചുമ്മാ ഒന്ന് കണ്ടെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വിടാലോ, ഒരു പക്ഷെ വേണമെങ്കിൽ തന്നെ. അതിനുള്ള പോകുമ്പോഴേ അടുത്ത ക്ലാസ്സിലുണ്ടാവും. കാരണം അതിനകത്ത് കുറെ ചോദ്യങ്ങൾ ചോദിക്കണം. ഇനിയിപ്പോ അതല്ല, ആഷിഖിനെയൊക്കെ ഒന്ന് കാണാൻ പോകാനുണ്ട്. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനകത്തോണ്ട് എങ്ങനെയാണെന്ന് അറിയണ്ടേ.
മിസ്സുമാര് ബുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്ന ഇതുവരെ വന്നു കണ്ടില്ല. അത് ഓരോ ഏരിയയിലേക്കാണ് വരുന്നത്. ചില ഏരിയയിലേക്ക് പോയെന്ന് തോന്നുന്നു. അതിന്റെ കോവിഡ് കൂടുന്നുള്ളതുകൊണ്ടും കൂടെയുള്ള കൺട്രോൾ ഉണ്ട്. അതാ വരും, വരാതിരിക്കില്ല. വരണ്ടായിരുന്നു സാർ എന്റെ വീടിന്റെ അടുത്ത് കോവിഡ് ആണ് സാർ. കോവിഡോ? ഒരാൾക്ക്. അതായത് എവിടെ? അടുത്ത എന്റെ വീടിന്റെ പുതിയതായിട്ട് വന്ന ആൾക്കാർ. അവരെവിടെ പോയിട്ട് വന്നതാണോ? ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ആണോ? ആണോ? അവരെവിടെ പോയിട്ട് വന്നതാ അതോ? എറണാകുളത്ത് കണ്ട് പോയിട്ട് വന്നു സാർ. അവിടുന്ന് വന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പൊ എവിടെയൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും തന്നെ ഉണ്ടല്ലോ. ആദ്യം തന്നെ ഇതിനെ കുറിച്ച് worried ആകുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പൊ ദാറ്റ്സ് അവർ ലെസൺ. ആ ലെസൺ നമുക്ക് അത്രയും മതി. ഇനിയുള്ളത് നിങ്ങൾ ആ റീഡ് ആൻഡ് റൈറ്റ് കണ്ടോ? അതിനകത്തെ 1A 1 2 3 4 അത് 4 എണ്ണം ഒന്ന് ട്രൈ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം, എളുപ്പം ഉണ്ടാവും. Take the most appropriate options. Lowly's boarding school was an ideal place for a ghost because it was a boarding school for boys. The boys played tricks on each other. The school was old and the dormitories were full of eerie shadows. The boys believed in ghosts. ഏതാ? സോറി, ഫസ്റ്റും ലാസ്റ്റും കറക്റ്റ് ആൻസർ ആയി തോന്നുന്നു. ചാൻസ് ഉണ്ട്, പക്ഷെ അതിലും ബെറ്റർ ആയിട്ട് വേറൊരു ആൻസർ ഉണ്ട്. സാർ സി. Yes. The school was old and the dormitories were full of eerie shadows. അത് തന്നെയാണ് ഗോസ്റ്റിന് വേണ്ടിയുള്ള ഒരു കറക്റ്റ് പ്ലേസ് ആണെന്ന് തോന്നാൻ കാരണം. സോ ടിക്കറ്റ്. Second, or this ridiculous tale about the invisible ghost. The speaker felt that it was ridiculous tale because it made everyone laugh. It frightened the boys. He did not believe that ghosts existed. He had heard about the ghost earlier. Sir, it's made laugh everyone. It made everyone laugh. He did not believe that ghost existed. He did not believe that ghosts existed. That's better. See again. He did not believe that ghosts existed. ഗോസ്റ്റുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചില്ല. Third one, why was Rustam scared when he discovered the cause of footprints? Footsteps in the cause കണ്ടുപിടിച്ചപ്പോൾ റസ്റ്റം എങ്ങനെയാണ് സ്റ്റെയർ ചെയ്തത്? എന്തുകൊണ്ടാണ് പേടിച്ചത്, സ്കെയർ ചെയ്തത്? He thought that the housemaster had come on a round. He thought he had actually seen a ghost. He was rudely awoken from the deep sleep. He had seen Arjun dressed like a ghost. What the answer is B. He thought that he had actually seen a ghost. And the last, the matron got to know that Arjun had smeared red ink on his pillow because the dhobi told her so. She read the name marked on the pillow. Rustam told her the pillowcase hadn't been washed properly. Again, what the answer is? B again. She read the name marked on the pillow. C. അവിടെ മൂന്നാമത്തേത് വർക്ക് വിത്ത് പാർട്ണർ അവിടെ നിൽക്കട്ടെ. സോ C. Write yes or no from this statement. Right, Rustam was genuinely frightened. Rustam ശരിക്കും പേടിച്ചു. ശരിയാണോ? Yes or no? Yes. Right, yes. Second one, Rustam was pretending to be frightened. അവൻ പേടിച്ചു, റസ്റ്റം പേടിച്ചു എന്ന് അഭിനയിക്കുകയായിരുന്നു. ആണോ? അല്ല, ശരിക്കും പേടിച്ചു. Okay, no. First one yes, second one no. Third one, the other boys in the dormitory knew who the ghost was.
ആരാണ് ഗോസ്റ്റ് എന്ന് ബാക്കിയുള്ള ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നോ? ഇല്ല, ഒറിജിനൽ ആയിട്ട് അറിയത്തില്ലായിരുന്നു. അവർ വ്യക്തമാണെന്നാണ് ഓർത്തത്, പക്ഷെ അവനല്ലായിരുന്നു. സോ നോ. The Dhobi had washed off the red stains from the pillow. Dhobi red stains എല്ലാം മൊത്തം കഴുകി കളഞ്ഞോ? No, മുഴുവൻ കളഞ്ഞില്ല. So no. Last one, Arjun's saucer-shaped eyes showed he was really frightened. Arjun's saucer-shaped eyes showed he was really frightened. അവൻ ശരിക്കും പേടിച്ചു എന്ന് അർജുൻ പേടിച്ചു എന്ന് പറയുന്നു. ശരിയാണോ? No, he did not get frightened. Rastam got frightened. Okay, that's enough for now, and we will get back on next Saturday in the morning. So until then, take care and read this lesson. That is the work given. Read this lesson 1 or 2 times and get the sign also. Show me that sign in the group. I mean, or personally, take that photo and read and get the sign. Don't compel and get sign. വായിക്കാതെ നിർബന്ധിച്ച് മേടിക്കരുത് സൈൻ, വായിച്ചിട്ട് മേടിക്കണം. ഏതാ? ക്ലാസ്സിൽ കാണിച്ചാലും മതി. അടുത്ത ക്ലാസ്സിൽ കാണിച്ചാലും മതി. അടുത്ത ക്ലാസ് ആഴ്ചയിലേക്ക് വെക്കുമ്പോഴത്തേക്കും വായിക്കുവാൻ സംശയമുണ്ട്. സാറെ ബാക്കി എല്ലാ ടീച്ചേഴ്സും പറയുന്ന വായിച്ച് ഒരു റെക്കോർഡായി സാറിന്റെ വാട്സാപ്പിൽ ബാക്കിയുള്ള ടീച്ചേഴ്സും പറയുന്നത് വായിച്ച് ഈ പാഠം മുഴുവൻ വായിച്ച് റെക്കോർഡ് ചെയ്യാനോ? റെക്കോർഡ് സാറിന് ഇട്ട് വരാനാണ് ബാക്കി ടീച്ചേഴ്സ്. വേണ്ട, എനിക്ക് വേണ്ട. ഇത് മുഴുവൻ വായിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള മെമ്മറി മുഴുവൻ അങ്ങനെ തന്നെ തീരും. അല്ലെങ്കിൽ നിങ്ങൾ ഇത് മുഴുവൻ ഓണാക്കി വെച്ച് ഇത് മുഴുവൻ വായിച്ചതിന്റെ സമയം എത്ര വരും? അതിനൊരു കാര്യം ചെയ്തോ, വേണ്ട, അടുത്ത ആഴ്ച നമുക്ക് പ്ലാൻ ചെയ്യാം. എല്ലാം വായിക്കാൻ തരില്ല, കുറച്ച് ഭാഗം ഞാൻ വായിക്കാം, ഓഡിയോ ആയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് തരാം. ഇപ്പോഴല്ല, അടുത്ത ആഴ്ച മുതൽ. ഓക്കെ, ready? So that's it for now. Let's see in the next class. Bye. Thank you, sir. Okay, thank you. Bye. Thank you, sir. Thank you. Bye.